നമസ്തേ. മഹാരാഷ്ട്രയിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ അതായത് TCSന്റെ നാസിക് യൂണിറ്റിൽ ജോലി ചെയ്യുന്ന നിരവധി വനിതാ ജീവനക്കാർ അവരുടെ ടീം ലീഡർമാരുടെ ലൈംഗികാതിക്രമത്തിന് ഇരകളായെന്ന വാർത്ത രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വനിതാ ജീവനക്കാരെ ആസൂത്രിതമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചതായാണ് ആരോപണം. ഇതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ സ്ഥാപനത്തിലെ വനിതാ HR ഉദ്യോഗസ്ഥയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരകയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇതോടുകൂടിയാണ് ഈയൊരു വൻ ശൃംഖലയുടെ വിവരം ചുരുളഴിയുന്നത്. ലൈംഗികാതിക്രമത്തെക്കുറിച്ച് ഒരു വനിതാ ജീവനക്കാരി ഇമെയിൽ അയച്ച് പരാതിപ്പെട്ടിട്ടും നിദ ഖാൻ എന്ന HR ഉദ്യോഗസ്ഥ ഇടപെടാൻ തയ്യാറായില്ലെന്നാണ് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിദ ഖാനോടൊപ്പം മറ്റ് 6 പേരെയും അതീവ ഗുരുതരമായിട്ടുള്ള ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു TCSൽ സംഭവിച്ചത്? TCS പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ ജിഹാദി ഗ്രൂമിംഗ് സംഘങ്ങൾ ഉപയോഗിക്കുന്ന അനേകം പാറ്റേണുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുള്ളൂ. ഈ കേസ് അനേകം മൾട്ടിനാഷണൽ കമ്പനികളിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമെന്നും ഉറപ്പാണ്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് തോന്നുന്നത്. ലവ് ജിഹാദ് എന്ന ആഗോള കുറ്റകൃത്യത്തെ ജസ്റ്റ് ഒരു വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന വെറും ഡിസിപ്ലിനറി ആക്ഷനിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പല കേസുകളും വെളിപ്പെടുത്താൻ പെൺകുട്ടികൾ തയ്യാറായാൽ ഒരുപക്ഷെ സത്യത്തിൽ ഇന്ത്യ ഞെട്ടും. പല നന്മ മരങ്ങളെയും സംരക്ഷിക്കാനും കമ്പനിയുടെ സൽപ്പേര് പോവാതെ നോക്കാനും ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തുള്ളവർ പണികൾ തുടങ്ങിക്കാണാനും സാധ്യതയുണ്ട്. TCSൽ നടന്ന പാറ്റേൺ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. സ്റ്റെപ്പ് 1. നിദ ഖാൻ എന്ന കമ്പനിയുടെ HR മാനേജർ ഹിന്ദു പെൺകുട്ടികളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ആ സമയം അവർ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. ആ പെൺകുട്ടികളുടെ കുടുംബത്തിൽ സാമ്പത്തിക പരാധീനത ഉള്ള ആളാണ് എന്നും ഈ ജോലി ആ പെൺകുട്ടിക്ക് വളരെ അത്യാവശ്യമാണെന്നും ഉറപ്പിക്കും. ശേഷം അവളെ നിദ ഖാൻ ജോലിക്കെടുക്കുന്നു. സ്റ്റെപ്പ് 2. ഈ പെൺകുട്ടിയെ ആസിഫ് അൻസാരി, ഷാഫി ഷേഖ്, ഷാറുഖ് ഖുറേഷി, റസ മേമൻ, തൗസിഫ് അത്തർ, ഡാനിഷ് ഷെയ്ഖ് തുടങ്ങിയ ജിഹാദി ഗ്രൂമിംഗ് ടീമിലേക്ക് അയക്കും. അവളെ സഹായിക്കാൻ എന്ന പേരിൽ അടുപ്പം കാണിക്കുന്ന അവളുടെ മേലുദ്യോഗസ്ഥന്റെ കുരുക്കിൽ പിന്നീട് അവൾ വീഴാൻ തുടങ്ങുകയാണ്. ലീവ് മുതൽ സാലറി ഇൻക്രിമെന്റ് വരെ അവന്റെ അതായത് ഈ ഗ്രൂമിംഗ് ഉദ്യോഗസ്ഥന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കുന്ന തരത്തിൽ അവളെ അയാൾ പതുക്കെ ബീഫ് തീറ്റിക്കാൻ തുടങ്ങുന്നു. റംസാൻ നോമ്പ് എടുപ്പിക്കുന്നു. തട്ടം ധരിപ്പിക്കാൻ തുടങ്ങുന്നു. കൂടാതെ അയാളുടെ കാമത്തിനു കൂടി വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. കാഫിറായ അവളെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അയാൾക്ക് സ്വർഗവാതിൽ തുറന്നു കിട്ടുമത്രേ. സ്റ്റെപ്പ് 3. ബുദ്ധിയുള്ള പെൺകുട്ടികൾ ഈ ചതി മനസ്സിലാക്കി HR മാനേജറായിട്ടുള്ള നിദ ഖാന്റെ അരികിൽ പരാതിയുമായി എത്തുമ്പോൾ ഇതെല്ലാം കോർപ്പറേറ്റ് ലോകത്ത് നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ സഹകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുമായി സഹകരിച്ചില്ല എങ്കിൽ തന്റെ ജോലി നഷ്ടമാവുമെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടികൾക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതെയാകുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് സാമ്പത്തിക പരാധീനത ഉള്ളവരെ മാത്രം ഇത്തരത്തിലുള്ള കുടുക്കിൽപ്പെടുത്തുന്നത്. അവർ ജോലി പോകുമെന്ന ഭയവും മറ്റു വഴികൾ ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും നിശബ്ദരാകുകയാണ് ചെയ്യുന്നത്. അല്ലാത്തവർ പരാതിയുമായി പോലീസിലേക്ക് പോയാൽ ഇവരുടെ കാര്യം പ്രശ്നത്തിലാകുമെന്ന് നിദ ഖാനും കൂട്ടർക്കും നന്നായിട്ടറിയാം. അങ്ങനെ വളരെ സുഗമമായി എല്ലാം പോകുമ്പോഴാണ് മാർച്ച് 22, 2026 ഒരു പെൺകുട്ടി പരാതിയുമായി പോലീസിലെത്തുന്നത്. 2022 മുതൽ 2026 വരെ തന്നെ മതപരമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് അവൾ പരാതിപ്പെട്ടത്. 4 വർഷങ്ങളായി അനവധി തവണ അവളെ ജിഹാദികൾ ബലാത്കാരം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. കേസ് അന്വേഷിക്കാൻ TCSൽ എത്തിയ പോലീസ് സംഘത്തിന് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമായി. ഇത്തരത്തിൽ ഉള്ള അനുഭവം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്ന് പോലീസ് പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ 3 10ഓളം പരാതികൾ പോലീസിന് ലഭിച്ചു. പോലീസ് നിദ ഖാൻ അടക്കമുള്ള ജിഹാദികളെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പഴുതടച്ച അന്വേഷണം ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പറഞ്ഞു. സംഭവം പുറത്തു വന്നതോടുകൂടി സമാനമായ അനേകം കേസുകൾ പലയിടത്തും പൊങ്ങി വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ഓരോ പെൺകുട്ടിക്കും ജാതി അനുസരിച്ച് വിലയിട്ട് വലയിൽ വീഴ്ത്തിയിരുന്ന അതേ ജിഹാദി ചിന്താഗതി തന്നെയാണ് ഇതിന്റെ പിന്നിലും. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ആരാണ് നിദ ഖാൻ എന്നതാണ്. നിദ ഖാൻ TCSന്റെ പൂനെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന HR ഉദ്യോഗസ്ഥയാണ്. ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കൽ, പോഷ്
അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കൽ എന്നിവയായിരുന്നു പ്രധാന ചുമതലകൾ. അവർ തന്നെയാണ് വനിതാ ജീവനക്കാരെ സഹപ്രവർത്തകർക്ക് ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനും മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കാനും കൂട്ടുനിന്നത് എന്നതാണ് ഏറെ ഗൗരവം നിറഞ്ഞ വിഷയം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രകാരം നിധ ഖാൻ പൂനെ സാവിത്രിബായി ഫുലെ സർവകലാശാല മുൻ വിദ്യാർത്ഥിനിയാണ്. ഒരു പരാതി ലഭിച്ചിട്ടും നടപടി എടുക്കാതിരിക്കുകയും ഇത്ര ഗൗരവമേറിയ വിഷയം മേൽ ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറാതിരിക്കുകയും ചെയ്തതിനാൽ ലൈംഗികാതിക്രമത്തിന് പ്രേരണ നൽകിയെന്ന കുറ്റമാണ് നിധയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 3 വരെ ദേവലാലി, മുംബൈ നാക പോലീസ് സ്റ്റേഷനുകളിൽ 8 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദേവലാലിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ BNS വകുപ്പ് പ്രകാരം 69, ബലാത്സംഗം 75, ലൈംഗികാതിക്രമം 299, മതവികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള ഉദ്ദേശപൂർവമായിട്ടുള്ള പ്രവൃത്തികൾ ഉൾപ്പെടുന്നുണ്ട്. മുംബൈ നാഗയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 78, സ്റ്റോക്കിംഗ് 79, അനുചിതമായ ചേഷ്ടകളിലൂടെ ലജ്ജാഭംഗം 299, മതവികാരങ്ങളെ വ്രണപ്പെടുത്തൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പീഡനം നേരിട്ട ഇരകളെ പ്രതികൾ നമസ്കാരം ചെയ്യാനും ബീഫ് കഴിപ്പിക്കാനും നിർബന്ധിച്ചെന്നും മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറുഖ് ഖുറേഷി, റാസ മേമൻ, തൗസിഫ് അത്തർ, ഡാനിഷ് ഷെയ്ഖ് എന്നിവരെയും HR നിധ ഖാനെയുമാണ് അറസ്റ്റ് ചെയ്തത്. നാസിക് പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് ലഭിച്ച ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി പെട്ടെന്നങ്ങ് എടുക്കുകയുമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരിയിൽ നാസിക് സിറ്റി പോലീസ് ആരംഭിച്ച നിഗൂഢമായ അന്വേഷണമാണ് വൻ റാക്കറ്റിനെ പുറത്തു കൊണ്ടുവന്നത് എന്നും പറയുന്നു. കമ്പനിയിലെ ഒരു ഹൈന്ദവ യുവതി റംസാൻ നോമ്പെടുക്കുന്നതായും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്നതായും വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം കമ്പനിയിൽ രഹസ്യ നിരീക്ഷണം ആരംഭിക്കുകയായിരുന്നു. പോലീസിലെ 4 ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികളായി വേഷം മാറി 2 ആഴ്ചയോളം TCS ഓഫീസിനുള്ളിൽ ജോലി ചെയ്തു. ഈ നിരീക്ഷണത്തിനൊടുവിലാണ് കമ്പനിക്കുള്ളിൽ ടീം ലീഡർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൂരതകൾ പുറം ലോകം അറിയുന്നത്. പീഡനം, ബലാത്സംഗം, നിർബന്ധിത മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 9 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. മതപരിവർത്തനത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇർമാൻ എന്ന മതപ്രഭാഷകനെ വീഡിയോ കോളുകൾ വഴി ഇരകളായ യുവതികൾക്ക് പരിചയപ്പെടുത്തിയതായി വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനായി വിദേശത്തു നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള പ്രതിമാസം 18,000 മുതൽ 25,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന യുവതികളാണ് ക്രൂരതകൾക്ക് ഇരയായത്. ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് തൊഴിൽപരമായ സമ്മർദ്ദം ചെലുത്തിയും സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്തുമാണ് പീഡനത്തിന് ഇരയാക്കിയതെന്ന് ACP സന്ദീപ് മിഡ്കയും പറയുന്നുണ്ട്. വഴങ്ങാത്തവർക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കുകയായിരുന്നു ഇവരുടെ രീതി. ആദ്യത്തെ കേസ് വരുന്നത് ഡാനിഷ് ഷെയ്ഖ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ്. താൻ വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് യുവതിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയുമായിരുന്നു. ഇയാളുടെ ഭാര്യ തന്നെ യുവതിയെ വിളിച്ച് സത്യാവസ്ഥ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് പരാതി നൽകാൻ യുവതി തയ്യാറായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റ് 8 യുവതികൾ കൂടി സമാനമായ പരാതിയുമായി എത്തുകയും ചെയ്തു. കോർപ്പറേറ്റ് ലോകത്തെ സുരക്ഷാ സംവിധാനങ്ങളെയും ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ് നാസിക്കിലെ സംഭവമെന്ന് പറയാതെ വയ്യ. ഉന്നത ബിരുദധാരികളും സാങ്കേതിക വിദഗ്ധരുമടങ്ങുന്ന ഒരു ഓഫീസിൽ മതപരിവർത്തനവും ലൈംഗിക ചൂഷണവും ഒളിപ്പോര് പോലെ നടന്നത് വലിയ ചർച്ചയായിട്ടുണ്ട്. അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങാനാണ് സാധ്യത.